എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായില്ല എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇതുപോലെ തന്നെ ഇങ്ങനെ നിന്നിട്ട് എൻ്റെ സ്കിൻ കെയർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അൺട്രാംസിൻ്റെ നമ്മുടെ ഡെലിവറിക്ക് ശേഷമുള്ള കാര്യമൊക്കെ സംസാരിച്ചിരുന്നു. നല്ല മാറ്റമുണ്ട്, നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് നല്ലൊരു മാറ്റം, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആ ഒരു ചേഞ്ചസ് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി ഞാൻ ഇപ്പോൾ പറയാൻ പോണത് ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് ഡീപ്പ് പിഗ്മെൻറ്റേഷൻ, അതായത് എൻ്റെ മാതിരി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല രീതിക്ക് തന്നെ പിഗ്മെൻറ്റേഷൻ വന്ന് ബോഡി ഭയങ്കരമായിട്ട് ഡള്ളായി പോയിട്ട്, പിന്നെ ചിലർക്ക് അത് നോർമലി ഗ്രാജുവലി ശരിയാവും, ബാക്ക് ടു നോർമലിലേക്ക് വരും. ചിലർക്ക് നമ്മൾ കുറച്ചൊരു കെയർ കൊടുക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് കുറച്ച് പേര് എൻ്റെ അടുത്ത് മെസ്സേജ് പേഴ്സണലി അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 2-3 മെയിലും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് മെയിനായിട്ട് അവർ അയക്കാൻ കാരണമുള്ളത് ഈ പിഗ്മെൻറ്റേഷൻ ഇത്രയും മാറ്റിയെടുത്ത് എന്നുള്ളത് നമുക്ക് ഡിഫറൻസ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് മാത്രമാണ് അവർ അയച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്തതെന്ന് പറയുമെന്നുള്ളത്. അപ്പോൾ ഇത് എല്ലാവർക്കും ചിലപ്പോൾ യൂസ്ഫുൾ ആണ്, പക്ഷെ എല്ലാവർക്കും ഇത് മനസ്സിലാവണമെന്നില്ല. കാരണം വെച്ചാൽ ചിലർക്ക്, ഞാനിവിടെ പുറത്തുനിന്ന് വീഡിയോ എടുക്കണം, അതുകൊണ്ട് തന്നെ വണ്ടികൾ വരുമ്പോൾ നല്ല സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ചിലർക്ക് ഈ പിഗ്മെൻറ്റേഷൻ ഡെലിവറി സമയത്ത് വന്നിട്ട് നോർമലി പതുക്കനെ മാറിപ്പോവും. നമുക്ക് ചിലർക്ക് ഈ പ്രസവരക്ഷ ചികിത്സയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ പതുക്കനെ മാറി അവർ ബാക്ക് ടു നല്ല കുറച്ചും കൂടി നല്ല എന്താ പറയുക ടോണിലേക്ക് വരും. ചിലർക്ക് ഇത് മാറില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ വ്യത്യാസം എനിക്ക് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ അവിടെ പോയിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലൊരു നവര ഫേഷ്യലും കാര്യങ്ങളൊക്കെ ബോഡിക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വ്യത്യാസം വന്നെങ്കിലും നമുക്ക് കുറേയൊക്കെ എനിക്ക് അവിടെ തന്നെ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി നമുക്ക് ഈ എന്താ പറയുക, നമ്മുടെ ഈ പ്രൈവറ്റ് ഏരിയാസിലുള്ള ഡാർക്ക്നെസ്, നമുക്ക് തുടയെടുക്ക് ഈ ഒരു പോർഷൻ, അതായത് ഈ ഒരു ഭാഗത്ത്, അതൊക്കെ കുറച്ച് സമയം എടുത്തു. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് മാറില്ല. പിന്നെ അതുപോലെ വെളുത്തിട്ട് പാറുമില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പറയുമ്പോൾ അതാണല്ലോ എല്ലാവരും പറയാറ്. അപ്പം അതുകൊണ്ട് തന്നെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു റുട്ടീൻ, അതായത് നമ്മുടെ ആഴ്ചകളിൽ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. അത് ഉൾപ്പെടുത്തി ചെയ്യുമ്പോൾ നമ്മളറിയാതെ തന്നെ നമുക്ക് മാറ്റം വരും. അപ്പം ഞാൻ എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ പറയാൻ പോണത്. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് 1 മാസം കൊണ്ട് മാറ്റം തോന്നിയേക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 3 മാസം കൊണ്ടായിരിക്കും. 3 മാസം കൊണ്ട് അത്യാവശ്യം കുറച്ചൊക്കെ നമുക്ക് വിസിബിളായിട്ട് തോന്നും മാറ്റങ്ങൾ. അപ്പോൾ അങ്ങനെയാട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. എനിക്കെന്ന് പറഞ്ഞാൽ പിഗ്മെൻറ്റേഷൻ നല്ല ഉണ്ടായിരുന്നു. കാരണം വെയിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല രീതിക്ക് തന്നെ പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഡെലിവറിക്കും സെക്കൻഡ് ഡെലിവറിക്കും ഒക്കെ അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബോഡി നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഡെലിവറിക്കാണെങ്കിലും നിങ്ങളിപ്പോൾ കാണുന്നില്ലേ ആ ഒരു കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ റുട്ടീൻ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ എപ്പോഴും ഓയിലിട്ട് കുളിക്കും. അതായത് ഇപ്പം നേരെ ഇല്ലെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും ഓയിൽ മസ്റ്റായിട്ട് ഫുൾ ബോഡി ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നല്ലതാണ്. ഇത് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഒരു വീക്കിൽ ഉണ്ടാകുന്ന ടാൻ മാറ്റാനും, നമ്മൾ നന്നായിട്ട് വെയിലത്തൊക്കെ ജോലി എടുക്കണം, അത് നന്നായിട്ട് മാറും. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഡീപ്പ് പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതിനും നമുക്കൊരു പരിധി വരെ നന്നായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതൊന്നാമത്തെ കാര്യം. അപ്പം ഞാനിവിടെ സജസ്റ്റ് ചെയ്യാം, നിങ്ങൾ ഈ റിസൾട്ടുകളൊക്കെ നമ്മുടെ ആളുകളുടെ എന്താ പറയുക ഉപയോഗിച്ചവരുടെ ഫീഡ്ബാക്കാണ് നീലാസക്തി സ്കിൻ കെയർ ഓയിൽ. ഇത് വന്നിട്ട് ഞാൻ പറയാൻ കാരണം, ഇത് നമ്മുടെ സ്കിൻ ടോൺ നന്നായിട്ട് ഇമ്പ്രൂവ് ആക്കുന്ന ഒരു ഓയിലാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും നമുക്ക് വേറൊരു ഓയിലും കൂടി ഉണ്ട്, നമ്മുടെ ഈ ഒരു ഓറഞ്ച് ഓയിൽ. അപ്പോൾ ഇത് രണ്ടും ഇതിൽ ഏതാ മേടിക്കണമെന്ന് ചോദിക്കാറുണ്ട്. നമ്മുടെ ബോഡിയിൽ നോർമലി നമുക്ക് വെയിലടിച്ചിട്ടുള്ള ടാനൊക്കെ ഉണ്ടെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇത് വേഗം റിസൾട്ട് തരും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഫാസ്റ്റ്ലി റിസൾട്ട് കാണാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കാം. പക്ഷെ നമുക്കൊരു പെർമനൻ്റ് ആയിട്ട് നമുക്ക് സ്ഥിരമായി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല മാറ്റം വരുത്തുന്നത് ഈ സ്കിൻ കെയർ ഓയിൽ. കാരണം ഇതിൽ ഒരുപാട് ആയുർവേദ ഹെർബ്സ് ഉണ്ട്. ഇത് നമുക്ക് ഒരു സ്കിൻ കെയർ മാത്രമല്ല, സ്കിന്നിലുള്ള ഇച്ചിനെസ്, അതുപോലെ ചൊറിച്ചൽ, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് നല്ല മാറ്റം വരുത്തുന്ന സാധനം കേട്ടത്. കാരണം അത്രയധികം ഹെർബ്സ് നമ്മൾ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ബ്രൈറ്റനിങ്ങിന് നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനുള്ള ഇൻഗ്രീഡിയൻസും ഇതിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഇതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ പിള്ളേരൊക്കെ തേച്ച് പിടിപ്പിക്കുന്ന ഓറഞ്ച് ഓയിൽ. കാരണം അവർ സ്കൂളിലൊക്കെ പോയി വെയിലുകൊണ്ട് കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു വീക്കിലി നല്ലൊരു മാറ്റമൊക്കെ കിട്ടാൻ, പെട്ടെന്നൊരു ആ ഒരു ടാനൊക്കെ പോകാൻ ഇതാണ് ബെസ്റ്റ് ആവുക. അപ്പോൾ നേരെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ഇതും തേപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് നന്നായിട്ട് ഇപ്പോൾ ഞാനൊരു ട്രിപ്പ് പോയി പുറത്തേക്ക് പോയി എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഓറഞ്ച് ഓയിൽ ഇട്ടിട്ട് ഒരു 1 വീക്ക് അങ്ങോട്ട് കുളിച്ച് കഴിഞ്ഞാൽ നല്ല മാറ്റമാണ് അതിന് വരിക. പിന്നെ നമ്മൾ വീണ്ടും ബാക്ക് ടു, കാരണം നമ്മൾ ഇപ്പോൾ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുക, നമുക്ക് ബോഡിക്ക് ചെറിയ പെയിനും നല്ല റിലീഫാണ് നമ്മൾ ഈ എണ്ണ തേച്ച്. നമ്മുടെ എണ്ണ കുറേ പേര് പറയലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട വിധം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെയാണ് നമ്മുടെ ഓയിൽ വരുന്നത്. ഇതാ കണ്ടില്ലേ, ഇതൊരു റെഡ് കളറാട്ടോ കൂടുതൽ വരിക. ജസ്റ്റ് നമ്മൾ എടുക്കുക, ചെറിയൊരു ലൈറ്റ് റെഡായിരിക്കും നമ്മുടെ എണ്ണ. കാരണം അതിൽ മഞ്ചിഷ്ടയും വേമ്പാടിയും ഒക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇതുപോലെ എടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട്
അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇങ്ങനെ പരട്ടി കൊടുക്കുക എല്ലാവിടെയും. എസ്പെഷ്യലി നമുക്ക് ടാൻ, അതായത് പിഗ്മെൻറ്റേഷൻ കൂടുതലുള്ള ഏരിയകളിൽ പിഗ്മെൻറ്റേഷനൊക്കെ മാറണമെങ്കിൽ നല്ലതാണ് ഈ സ്കിൻ കെയർ ഓയിലാണ് ബെസ്റ്റ് കേട്ടോ. അതായത് നമുക്ക് ഡീപ്പായിട്ടുള്ള പിഗ്മെൻറ്റേഷനൊക്കെ സ്ഥിരമായി യൂസ് ചെയ്യുമ്പോൾ മാറാൻ. പിന്നെ ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ അത്രയും ഹെർബ്സിൻ്റെ സ്മെല്ലാണ് നമുക്ക് കിട്ടുക. നല്ല സ്മെല്ലാട്ടോ. ഇതിന് ഒരുപാട് എന്താ പറയുക ഫേവറേറ്റ് ആയിട്ട് വെക്കണ കുറേ ആൾക്കാരുണ്ട്, സ്ഥിരമായി മേടിക്കണവർ. കാരണം വെച്ചാൽ അതൊക്കെ നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യണവർക്ക് അറിയാൻ പറ്റും നമ്മുടെ പ്രോഡക്റ്റ് അത്രയും നല്ലതാണ്. ജസ്റ്റ് ഒരു 1 വീക്ക് 2 വീക്ക് ഉപയോഗിച്ചിട്ട് അതായിരുന്നില്ല എന്നാണ് ഉപേക്ഷിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. അല്ലാത്തവർക്ക് നല്ല മാറ്റമാണ്, സ്ഥിരമായി മേടിക്കും. ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു മൈൽഡായിട്ട് എക്സ്ഫോളിയേഷൻ കൊടുക്കുന്നത് നല്ലതാണ്, വളരെ മൈൽഡ്. അതായത് അത്രയും മൈൽഡായിട്ട് അതൊരു ആഴ്ചയിൽ 1-2 മതി. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് നിലാസെർബ്സിൻ്റെ ബാത്ത് പൗഡർ ഉണ്ട്. ഇത് നമുക്ക് എന്നും കുളിക്കാം, അത്രയും സോഫ്റ്റ് ആണ്. ഇതിൻ്റെ എക്സ്ഫോളിയേഷൻ ഒന്നും അധികം ഉണ്ടാവില്ല, വളരെ സോഫ്റ്റ്. എന്നും തേച്ച് കുളിക്കാം. ഇനി നിങ്ങൾക്ക് എന്നും തേച്ച് കുളിക്കാനായിട്ട് അത്രയും കംഫർട്ടബിൾ അല്ല, ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം ഈ ഒരു പൗഡർ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് തൈരിലോ വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇതിൽ കുറേ അധികം ഹെർബ്സ് ചേർത്ത് നമ്മൾ പൊടിച്ചിട്ടുള്ളതാണ്. അതായത് എസ്പെഷ്യലി നമുക്ക് ഈ ഇരട്ടി മധുരവും തുറക്കാൻ കിട്ടുന്നല്ലോ കയ്യിൽ എണ്ണയിട്ട്, ഇരട്ടി മധുരവും ഇത് ഞാനിപ്പോൾ ഇടയ്ക്കിടത്ത് ഉപയോഗിച്ച് ഇവിടെ വെക്കണതാട്ടോ. അത് ഇരട്ടി മധുരവും അതുപോലെ തന്നെ ഞാൻ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഉണ്ട്, മഞ്ചിഷ്ടപോലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ നൈസാണ്. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ചാലിച്ചിട്ട് പരട്ടിയിട്ട് കുളിച്ചാലും മതി. ഇല്ലെങ്കിൽ നമുക്ക് നേരെ ഉണ്ടെങ്കിൽ കൈമയും കാലുമൊക്കെ നമുക്ക് കുറച്ച് തൈരൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് തേച്ച് കുളിക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊന്നും പറ്റില്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇനി പാക്ക് കാണിച്ചു തരാം. ഞാനിവിടെ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇത് ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 ദിവസം നമ്മളൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്താലും മതി. നമുക്ക് ഇതിനായിട്ട് വീട്ടിലത്തെ 2-3 കാര്യം മതി കേട്ടോ. ആദ്യം വേണ്ടത് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ആവശ്യത്തിന് എടുക്കുക. നമുക്കിപ്പോൾ ബോഡിയിലാണെങ്കിൽ എത്രത്തോളം നമ്മൾ യൂസ് ചെയ്യേണ്ടതനുസരിച്ചിട്ട് ആവശ്യത്തിന് ഗോതമ്പ് പൊടി എടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന നിലാസെർബ്സിന്റെ നമ്മുടെ ബട്ടർ വൈറ്റ് ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ്. ഇതാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ടിന് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, ഇതാണ് നല്ലത്. ഇനി നിങ്ങൾക്ക് ഏതാണോ മഞ്ഞൾ പറ്റാൻ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് തൈര് ഒരു 1-1.5 സ്പൂൺ എടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് വീക്കിൽ ഒരു 2 ടൈമൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. നല്ല വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല രീതിയിൽ തന്നെ നമുക്ക് മാറ്റം ഉണ്ടാവും. അപ്പോൾ പാക്ക് നമ്മളിത് പ്രിപ്പയർ ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനത്തെ ബാത്ത് പൗഡർ പാക്കുകളൊന്നും ട്രൈ ചെയ്യാൻ താല്പര്യമില്ല, അങ്ങനത്തെ ഒക്കെ ചിലർക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും പൊടിയൊക്കെ ഇങ്ങനെ ഇട്ട് മെത്തി തേക്കുമ്പോൾ. അപ്പം അങ്ങനെ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. ഇത് നിലാസെർബ്സിൻ്റെ ഹെർബൽ ടോപ്പ് ടു ടോയ് നമ്മുടെ ഓയിലാണ്, നമ്മുടെ ജെല്ലാണ്, ബാത്ത് ജെല്ല്. ഇത് നമുക്ക് തലയും കഴുകാം, മേലും കുളിക്കാം. അപ്പോൾ ഇതൊരു ജെൽ ടൈപ്പാണ്. നമുക്കിതിൽ ഹണിയൊക്കെ ചേർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് എക്സ്ട്രാ ഡ്രൈ ആക്കില്ല. അതായത് ചില സോപ്പ് അല്ലെങ്കിൽ ചിലതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ഡ്രൈനെസ് ഫീൽ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. ഭയങ്കര മോയ്സ്ചറൈസ് ആയിട്ട് വെക്കും. ഇതുമാതിരിയാണ് വരിക. നമുക്കൊരു ജെൽ കൺസിസ്റ്റൻസിയിലാണ്, കണ്ടില്ലേ ഇങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ്. കുറച്ചെടുക്കുക. നമുക്കിപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെ പൂവുണ്ടെങ്കിൽ വളരെ നല്ലത് കൊണ്ടുപോകാനായിട്ട്, തല കഴുകാനും ഒക്കെ നമുക്ക് അത്രയും നല്ലതാട്ടോ. അതങ്ങനെയാണ് വരിക. ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ചൊന്ന് ജസ്റ്റ് നൈസായിട്ടുള്ളൊരു പതേ ഉള്ളൂ. എന്നാൽ നമ്മുടെ ബോഡി നല്ലോണം ക്ലീൻ ആവുകയും ക്ലെൻസ് ആവുകയും ചെയ്യും. ഇതാട്ടോ. ഇനി ഒരു ബാത്ത് പൗഡർ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇത് എല്ലാവരുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. മഞ്ഞൾ പിന്നെ നിങ്ങൾക്ക് ഏതാണോ, നിങ്ങൾക്ക് ചിലർക്ക് മഞ്ഞ കളറിലുള്ള മഞ്ഞക്കൂവ പോലത്തെ മഞ്ഞളില്ലേ, അത് പരത്തിയാലാണ് സമാധാനം ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അത് റിസൾട്ട് ഉണ്ടാവണമെന്ന് തോന്നുക. അപ്പോൾ അത് മതി. അല്ലാത്തവർക്ക് ഏറ്റവും ബെസ്റ്റ് ഈ ഒരു നാച്ചുറൽ ആയിട്ട് ബട്ടർ വൈറ്റ് മഞ്ഞളാണ്, ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. ചിലർക്ക് പക്ഷെ അത് താല്പര്യം ഇല്ലാത്തവരുണ്ട്. ഇത് നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് തരും, സ്കിന്നിന് ഭയങ്കര നല്ലതാട്ടോ അത് പറ്റണത്. അങ്ങനെ ആ ഒരു മറ്റേ മഞ്ഞളുള്ള കുർക്കുമിൻ്റെ ആ ഒരു സംഭവമില്ലേ, എന്താ പറയുക, മറ്റേ മഞ്ഞക്കൂവയിലുള്ള ആ ഒരു പുകച്ചലും എരിച്ചിലും ഒന്നും സ്കിന്നിന് ഇറിറ്റേറ്റ് ചെയ്യില്ല. ഇത് ഭയങ്കര കൂളിങ് തരിക. അതുകൊണ്ട് തന്നെ ഇതിന് റേറ്റ് കൂടുതലാണ്. നമ്മൾ പുറത്ത് മേടിക്കാൻ ചെല്ലുമ്പോൾ നല്ല റേറ്റാണ്. കാരണം ഒറിജിനലാണെങ്കിൽ അതിന് അത്യാവശ്യം നല്ല ഇഫക്റ്റീവും ക്വാളിറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല റേറ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് കുട്ടികളൊക്കെ തേച്ച് കുളിപ്പിക്കാൻ നല്ലതാണ്, ബാത്ത് പൗഡർ മാതിരി. അതങ്ങനെ പറ്റാം. നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എന്തായാലും പറ്റിയതല്ലേ, അപ്പോൾ വെയിറ്റ് ചെയ്യാം. ഇത് നമുക്ക് ആഴ്ചയിൽ 1-2 തവണ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡീപ്പ് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും നമുക്ക് ചില പിഗ്മെൻറ്റേഷൻ ഉള്ള ഏരിയകൾ ഇങ്ങനെ ഭയങ്കര തരിതരിയും തോന്നിക്കും, റഫാവും. അതൊക്കെ നല്ല സ്മൂത്താക്കും ഗോതമ്പൊടി. അതെ. അപ്പം ഇത് ഞാനൊരു 10-15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അധികം വെക്കണമെന്നൊന്നുമില്ല. നമ്മുടെ എന്താ പറയുക, ഒരു ടൈമിനനുസരിച്ച് നമുക്ക് വെച്ചാൽ മതി. നമുക്കിതൊന്ന് റിമൂവ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന ബ്രൈറ്റനിങ് ഒന്നും വിചാരിക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ ഇത് പോവും. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം. എന്നാലും നമുക്ക് സ്ഥിരം മീൻസ് നമ്മൾ ആഴ്ചയിൽ 1-2 തവണ യൂസ് ചെയ്താലാണ് നല്ല വ്യത്യാസം ഉണ്ടാവുക. നമുക്ക് ഈ ഡീപ്പ് പിഗ്മെന്റേഷനൊക്കെ പതുക്കനെ ഗ്രാജുവലി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് പറ്റും. അപ്പോൾ ഇതേ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വ്യത്യാസം ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ റിസൾട്ട് കാണുമ്പോൾ കുറേ പേര് ചോദിക്കും ഇത് ഫേസിൽ ഇടാൻ പറ്റുമെന്ന്. ഷുവറായിട്ട് ഇടാം, നിങ്ങൾക്ക് ഫേസിൽ ഇടാൻ പറ്റും. നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇത് ഫേസിൽ ഇടാം. ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി വാഷ് ചെയ്ത്, അതായത് നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ നേരെ വന്ന് മോയ്സ്ചറൈസ് ചെയ്യണം. അത് മസ്റ്റാണ്. ഈ ഒരു ഡീപ്പ് പിഗ്മെൻറ്റേഷനൊക്കെ നമുക്ക് മാറ്റണമെങ്കിൽ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക. ഞാനിവിടെ നിലാസെർപ്സിൻ്റെ നമ്മുടെ ആൽമണ്ട് മോയ്സ്ചറൈസർ എടുത്തിരിക്കണം കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മുടെ ബോഡി നല്ലോണം ടാനും ഒക്കെ കുറയ്ക്കാനും നല്ലോണം മോയ്സ്ചറൈസ്, നമുക്ക് ഈ ചുളി പോകി ഉണ്ടല്ലോ നല്ലോണം മാറ്റും. വിറ്റമിൻ ഇ ആണ് ആൽമണ്ട്, അറിയാലോ, നല്ല മാറ്റം ഉണ്ടാവും. നന്നായിട്ടൊന്നിങ്ങനെ മസാജ് ചെയ്ത് പിടിപ്പിക്കുക. ഇത് ബോഡിയിലും ഫുള്ളായിട്ട് ഇടാം കേട്ടോ. മോയ്സ്ചറൈസർ ആണെങ്കിലും പാക്ക് ആണെങ്കിലും നല്ല വ്യത്യാസം ഉണ്ടാവും. നന്നായിട്ടൊന്ന് പുരട്ടി ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും മസ്റ്റ് ആണെന്ന് വെച്ചാൽ സൺസ്ക്രീൻ. നമുക്ക് ഈ പിഗ്മെന്റേഷനും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ എല്ലാവരും ചെയ്യണം. എസ്പെഷ്യലി നമുക്കിത് ഉണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കയ്യുമ്മയും കാലുമ്മയും നെക്കിലും ഒക്കെ നമ്മൾ, എസ്പെഷ്യലി നമ്മൾ ഭയങ്കര വെയിലുള്ളാനാണ് പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും പറ്റുക. കാരണം ഈ ബോഡിയിൽ പറ്റാന്നുള്ള സൺസ്ക്രീനൊക്കെ മേടിച്ച് നമ്മുടെ ഇപ്പോൾ എല്ലാവരും അത് പാകം ഉണ്ടാവില്ല വാങ്ങിക്കാനൊന്നും. ബോഡിയിൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വേണം, ഫേസിലിടണ മാതിരിയല്ല. നമുക്ക് ചിലപ്പോൾ ഒരു മാസമൊക്കെ ചിലപ്പോൾ ട്യൂബ് നിൽക്കുന്നില്ലെങ്കിൽ ഒരു ബോട്ടിൽ നിൽക്കാൻ പാടായിരിക്കും ബോഡിയിലിടുമ്പോൾ. കാരണം നെക്കിലിടണം, നമുക്ക് കൈമയൊക്കെ കവർ ചെയ്യണം, കാലിലൊക്കെ പറ്റണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് ഇതാണെങ്കിലും നിങ്ങൾ പറ്റുന്നവരൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യുക ബോഡിയിലും കൂടി. ഫേസിൽ പിന്നെ എന്തായാലും വേണം, നമ്മൾ എന്തായാലും ഒരു ട്യൂബ് മേടിച്ച് വയ്ക്കുക ഫേസിലേക്ക്. അപ്പോൾ ബോഡിയിലും ഇടാം. ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ മറന്നു പോകാറുണ്ട്, അത് വേറൊരു കാര്യം. അപ്പോൾ ഇതാ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ നമ്മുടെ ഈ ബോഡി ഡീപ്പ് പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ട്. ഇതൊക്കെ ചെയ്താൽ തന്നെ നല്ല വ്യത്യാസം ഉണ്ടാവും. എനിക്ക് എൻ്റെ മാറ്റങ്ങളാണ് എനിക്ക് നിങ്ങളുടെ പറയാനറിയുള്ളൂ. എനിക്ക് ഇതിലും വിട്ട് എനിക്ക് അങ്ങനൊന്നും പറഞ്ഞുതരാമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ നമുക്ക് സെറ്റായിട്ടുള്ളതല്ലേ പറഞ്ഞുതരാൻ അറിയുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ ഒരു 3 മാസം ഉപയോഗിക്കണം കേട്ടോ. അല്ലാണ്ട് ജസ്റ്റ് നമ്മളൊരു എന്താ പറയുക ഒരാഴ്ച 2 ആഴ്ച യൂസ് ചെയ്തിട്ട് വന്നിട്ട് മാറ്റില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് വിഷമമാണ്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ യൂസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ മേടിക്കരുത്. ഒരു 3 months കണ്ടിന്യൂസ് ആയിട്ട് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും, ഇപ്പോൾ സീറം ആണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും അത് അതിൻ്റേതായിട്ടുള്ള സമയം എടുക്കും. കാരണം നമ്മൾ ഹെർബലായിട്ട് നാച്ചുറൽ പ്രൊഡക്ട്സ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം എടുക്കും. പക്ഷെ കിട്ടിയ റിസൾട്ട് സ്ഥിരമായി നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പക്കയായിട്ട് നമുക്ക് നിൽക്കും. അല്ല നമ്മളൊരു 3 മാസം ഉപയോഗിച്ച് നിർത്തി വീണ്ടും ചിലപ്പോൾ നമ്മൾ പഴയ പോലെ ആവും. കാരണം വെച്ചാൽ ഇതൊരു ഇതാണ്, നമ്മളിങ്ങനെ ലൈഫ് സ്റ്റൈൽ അതിങ്ങനെ കൊണ്ടുപോകണം നമ്മുടെ ലൈഫ് ലോങ്. അങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വെയിലുള്ളതിനാണ് പോകണം, അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ കെയർ കൊടുത്തില്ലെങ്കിൽ ഒക്കെ പഴയതുപോലെ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും കെയർ കൊടുക്കുക, ഓവറായിട്ടൊന്നും വേണ്ട. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ള കാര്യം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഉള്ളിൽ നല്ല വ്യത്യാസം നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റും, അത് ഉറപ്പാണ്. പിന്നെ കാര്യം നന്നായി വെള്ളം കുടിക്കുക, നല്ലൊരു ഉറക്കം വേണം. പിന്നെ സ്ട്രെസ് ലെവൽ, അതായത് നമുക്ക് അറിയാം എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളാണെങ്കിലും സ്ട്രെസ് കുറേച്ചൊക്കെ പരമാവധി കുറയ്ക്കുക, സ്ക്രീൻ ടൈം കുറയ്ക്കുക. അപ്പോൾ തന്നെ കുറേ സ്ട്രെസ് കുറയുന്നു തോന്നുന്നു എനിക്ക്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നല്ലൊരു വ്യായാമം, എക്സസൈസ് അതൊക്കെ നിർബന്ധമായിട്ടും വേണ്ട കാര്യങ്ങളാണ്. എല്ലാവർക്കും പറ്റില്ല എന്ന് എനിക്ക് അറിയില്ല, എന്നാലും ഇതൊക്കെ ഇതിൻ്റെ കൂടെ എനിക്ക് പറയാൻ ഞാൻ ബാധ്യസ്ഥയാണ്. അതായത് ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒപ്പം മാറ്റങ്ങൾ വരുത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതേ കുളിക്കാൻ പോകണം. ജിമ്മിൽ നിന്ന് പോയിട്ട് വന്ന് അടുക്കള പണി കഴിഞ്ഞ് പിള്ളേരെ സ്കൂളിൽ വിട്ട് കുളിക്കാൻ പോകണേ മുന്നേ എനിക്ക് കാണിക്കണം തോന്നി. കാരണം കുളി കഴിഞ്ഞ് വരുമ്പോഴേ ടീഷർട്ടിലൊക്കെ ഇപ്പം തന്നെ ടീഷർട്ടിലൊക്കെ ആകെ പാക്കൊക്കെ ആയി ഞാൻ അങ്ങനെ ഇട്ട് കാണിക്കുമ്പോഴേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുളിക്കണേ മുന്നേ തന്നെ നേരെ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ഈ വീഡിയോ എടുത്താൽ കേട്ടോ. അതാണ് ഇപ്പോൾ പുറത്ത് നല്ല മഴക്കാർ പോലൊരു വെളിച്ചമില്ലാത്തൊരു അന്തരീക്ഷമാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. നമ്മുടെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾക്ക് വാങ്ങണം, ട്രൈ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതവിടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ബൈ, ടേക്ക് കെയർ. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സജഷൻസ്, അതായത് ഞാൻ എപ്പോഴും കുറേയധികം സ്കിൻ കെയർ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷേ നിങ്ങൾക്ക് അതിലും വിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണം, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ എൻ്റെ ഒരു കുട്ടിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്ലോയിങ് എന്താ പറയുക ഒരു സ്കിന്നിന് വേണ്ടി ഡയറ്റ് റുട്ടീൻ. അപ്പോൾ എനിക്കറിയാവുന്ന ഞാൻ ചെയ്യാം കേട്ടോ അടുത്ത് തന്നെ. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.